Good morning. Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay, start here, dog. Start with the prayer. Start it, Olu. The prayer ആരില്ല. Prayer. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി കാക്കും ശക്തിയും നീയല്ലോ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. Thought of the day. Practice make your better every day. Repeat. Practice make your better every day. Sign in. Good afternoon to all, respected teacher and my dear friends. We are sincerely grateful for your presence today, ma'am, and we look forward to an enriching and inspiring learning journey under your esteemed guidance and mentorship. Thank you, ma'am. Okay. ഓക്കെ, അപ്പോ നിങ്ങളുടെ വിശേഷങ്ങൾ കാണാം. ജസ്റ്റ് വെയിറ്റ് ക്യാമറ ശരിയാക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ പറയൂ എന്തെങ്കിലും വിശേഷം. ലഞ്ച് കഴിച്ചോ? കഴിച്ചമ്മ. ഞങ്ങൾ ലഞ്ച് കഴിച്ചു. വെയിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ ലഞ്ച് കഴിച്ചല്ലോ. ശിവാണോ? ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മള് പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തോ? ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. മക്കള് പറയണോ? വേണ്ടല്ലോ? ഓക്കെ ആണല്ലോ? 4 ആക്ഷൻസും ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ഒരു കാര്യം ചെയ്യാം നമുക്ക്. ചുമ്മാ ഒരു ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി ആണ്. നമ്മള് ഇപ്പോ പ്രസന്റ് ടെൻസിൽ തന്നെ 4 ആക്ഷൻസ് പഠിച്ചു. ഓക്കെ, അതില് ഈ 4 ആക്ഷൻസില് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ഇതൊക്കെ പഠിച്ചതാണ്. നമുക്ക് ഈ 4 ആക്ഷൻസ് വെച്ചിട്ട് ഒരു ലൈക്ക് ഒരു സ്റ്റോറി പോലെ. സ്റ്റോറി മീൻസ് നിങ്ങൾക്ക് എന്ത് എഴുതാം കേട്ടോ. അപ്പോ എല്ലാ ടെൻസിലും ഇൻക്ലൂഡ് ആയിരിക്കണം മാത്രം. മനസ്സിലായോ?
ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഒന്നും ഒരു നിർബന്ധമില്ല. ഞാൻ രാവിലെ ബ്രഷ് ചെയ്യുന്നു, റെഡി ആക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടികളെ റെഡിയാക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, അവര് സ്കൂളിൽ പോയിട്ടുണ്ട്, ഹസ്ബൻഡ് അവരെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, രാവിലെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ടെൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ ടെൻസും ഉൾപ്പെടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മലയാളം മാത്രം പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. മനസ്സിലായോ? ടെൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ പെർഫെക്റ്റ് ആണോന്നില്ല. ക്ലിയർ? അപ്പൊ എനിക്ക് വേണ്ടത് സ്റ്റോറി പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നുമല്ല, എനിക്ക് ടെൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം, എല്ലാ ടെൻസ് അതിൽ വരണം. എന്നാലും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒരു സ്റ്റോറി പോലെ എങ്ങനെ വേണമെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചിന്തിക്കാവുന്നതാണ്. ഓക്കെ, റെഡി? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒന്നോ രണ്ടോ സെന്റൻസിൽ ഒതുക്കാൻ പാടില്ല. നന്നായിട്ട് ആലോചിക്കുക. സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. എവിടെയും പോയി സെർച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട, റെഫർ ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഒരുപാട് ടൈം ഉണ്ട്. നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക, അല്ലാതെ നമ്മുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എഴുതാം മാക്സിമം. മനസ്സിലായോ? ചെയ്യാലോ നമുക്ക്. മാം ഞാനിപ്പോ കേറിയുള്ളൂ, എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ 4 ടെൻസ് പഠിച്ചു. 4 ടെൻസ് മീൻസ് പ്രസന്റ് ടെൻസിൽ തന്നെ 4 ആക്ഷൻസ് പഠിച്ചു. ഈ 4 ആക്ഷൻസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി പോലെ, അതായത് ഇപ്പോ അതിൽ പാസ്റ്റ് ടെൻസോ ഫ്യൂച്ചർ ഒന്നും വരാൻ പാടില്ല, ഈ 4 ആക്ഷൻ മാത്രം. സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചിലപ്പോ അത് കറക്റ്റ് ആവണമെന്നില്ല. ഒരു ടെൻസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന മലയാളമാണ്, നമ്മൾ അങ്ങനത്തെ മലയാളം യൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് എന്താണ്, ടെൻസ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ടെൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന സ്റ്റോറി ഉണ്ടാകാൻ പറയുന്നത്. മനസ്സിലായോ? മലയാളം പെർഫെക്റ്റ് ആകില്ല. ഓക്കെ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ സ്റ്റോറി പോലെ ചെയ്യുക, നിങ്ങളുടെ ക്രിയേറ്റീവ് അനുസരിച്ച് എന്ത് ചെയ്യാം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? എല്ലാ ആക്ഷനും വരണം കേട്ടോ, എല്ലാ ആക്ഷനും വരണം. ടേക്ക് യുവർ ടൈം. പക്ഷെ എനിക്ക് നല്ലൊരു സ്റ്റോറി കിട്ടണം. എല്ലാ ടെൻസും പ്രിപ്പോസിഷനും വേർബും വൊക്കാബുലറിയും നൗൺ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതാം. കഴിയുമ്പോൾ എന്ന് പറയാം. എനിക്ക് ആക്ടിവിറ്റി തന്നെന്ന് വിചാരിച്ചിട്ട് ആരും ലീവ് ചെയ്ത് പോകണ്ട. ഓക്കെ, ചെയ്തോളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ പറയാം. ഇപ്പൊ എഴുതാം, കഴിയുമ്പോ പറയാം. ഓക്കെ, മാം ജസ്റ്റ് ഇപ്പൊ കേറിയുള്ളൂ മാം, ഒന്നും പറയാൻ പറ്റുമോ എന്താ പറഞ്ഞത്? പ്രസീത, നമ്മള് ടെൻസില് പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി. അപ്പോ 4 ആക്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. സിമ്പിള്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ഒക്കെ പഠിച്ചു. ഇതെല്ലാരും എന്താണ്, ഒരു സ്റ്റോറി പോലെ എല്ലാ ആക്ഷനും എല്ലാ ടെൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്റ്റോറി പോലെ എഴുതാം. എന്ത് വേണമെങ്കിലും ഇഷ്ടമാണ്, എന്ത് വേണമെങ്കിലും എഴുതാം. എനിക്ക് പക്ഷെ ആ 4 ആക്ഷനും കിട്ടണം. അതേപോലെ പ്രൊപ്പോസിഷൻ കിട്ടണം. പിന്നെ എന്താണ്, വൊക്കാബുലറി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറ്റാവുന്ന പോലെ ഈ 4 ആക്ഷൻസ് സ്റ്റോറി ഉണ്ടാക്കാം. ഓക്കെ മാം, താങ്ക് യു.
Hello, ma'am. Yeah, Hello, ma'am. Read ചെയ്തോട്ടെ മാം. Okay. My name is ഒരു സ്റ്റോറി പോലെയല്ല മാം, പോയിന്റ് വൈസ് എഴുതിയിരിക്കുകയാണ് മാം. അത് ഓർഡർ ആയിട്ട് വായിക്കാം. എന്തോ? പോയിന്റ് ആക്കിയിട്ട് എഴുതിയിരിക്കാം മാം. അങ്ങനെ ഓർഡർ ചെയ്തിട്ട് വായിക്കാം. അങ്ങനെ ചെയ്ത് സ്റ്റോറി പോലെയല്ല. ഓക്കെ ഓക്കെ. കുറച്ച് ടൈം കൊണ്ട് വെയിറ്റ് ചെയ്യട്ടോ, ആരെങ്കിലും കഴിയട്ടെ. ഓക്കെ ഓക്കെ മാം. ഓക്കെ. ഓക്കെ, കഴിഞ്ഞു എന്ന് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാൻ വായിപ്പിക്കാം ഓരോരുത്തരെ കൊണ്ട്.
ഓക്കെ വിദ്യ വായിച്ചോളൂ കേട്ടോ. വിദ്യ പോയോ? യെസ് മാം, ഉണ്ട്. വായിച്ചോളൂ. ഓക്കെ മാം. മോന് കരഞ്ഞുകൊണ്ടല്ലോ, ഒരു മിനിറ്റ്. ആണോ? വിദ്യയാണെങ്കിൽ പിന്നെ മതിയല്ലോ. യെസ് മാം, റീഡ് ചെയ്യാം. My name is Vidya. I am a Montessori student. I live with my husband and my baby boy. My husband works in a finance company. We live a simple and happy life. Every day, I wake up early in the morning. I prepare breakfast for my family. My husband goes to work and I take care of my baby. I study my Montessori lesson when my baby sleeps. Right now, I am studying for my class. My baby is playing with his toys and I am watching him carefully. My husband is working at his office. I have chosen Montessori education because love children. I have learned many teaching methods in my course. I have improved my skill and confidence. Recently, I have been working very hard to balance my studies and my family. I have been taking care of my baby and completing my assignments on time. I have been dreaming of becoming a good Montessori teacher in the future. Thank you, ma'am. ഓക്കെ ഓക്കെ വിദ്യ, വെരി ഗുഡ്. വായിച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് തോന്നിയായിരുന്നോ? ഞാൻ പോയിന്റ് ആക്കി എഴുതിയിട്ട് പിന്നെ അതിനെ ഓർഡർ ചെയ്താ മാം. ടെൻസ് വയസ്സായിട്ട് പിന്നെ ചെയ്താണ്. പക്ഷെ കൊള്ളാം കേട്ടോ. ഈ മിസ്റ്റേക്സ് ഒന്നും പറയാനില്ല. ഓക്കെ മാം. എന്ത് തോന്നുന്നു എഴുതിയപ്പോ? ഇത് അന്ന് മാം ചെയ്യിപ്പിച്ചില്ലേ ഒരു ഇതേപോലെ ഒന്ന്, അതിനേക്കാൾ ഇത് കുറച്ച് ഈസി ആയി തോന്നി. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതെ, അതിനേക്കാൾ കുറച്ച് ഈസി ആയിട്ട് തോന്നി. അതും ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കട്ടോ നിങ്ങളുടെ ലാംഗ്വേജ്. ഇത് കുറച്ചും കൂടി ടെൻസസ് കുറച്ചും കൂടി ക്ലിയർ ആയപ്പോ കുറച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ മാം. ഇനി നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? മഞ്ജു നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. Around the sun, around the sun, the sun rises in the morning, rises. Okay. I'm living in a large country. She likes India. Do you love India? Yes, I love India. I'm playing Indian cricket team. She has playing. She has playing She has played a leg with her doll. She has finished her book. She has been meeting her friend and meeting. Okay. പക്ഷേ കസ്റ്റമറി പോലെങ്കിൽ പോലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഓക്കെ ദെൻ മാം വായിക്കട്ടെ മാം. Yes. Today, my sons Badari and Shabari are playing outside with a ball. Suddenly, they have seen a beautiful butterfly is sitting on a flower. They want to catch the butterfly. Both of them start to go behind that. That time, Shabari's leg gets hurt with a tiny stone. He has sit on a rock. But Badri wants to catch that beautiful butterfly. He never stops run behind that. Meanwhile, Shabari is trying to get up from the rock. At that time, butterfly now sits on his bicycle. When Badri tries to catch, it has flown and sits behind a pot. Shabari rushes to catch it again. It escapes and hidden under a bush. Still, they don't want to give up.
They start their searching. Finally, Shabari finds that from the bush and slowly walks near to it. He has shown his hand to that. That beautiful butterfly is flying near to his hand and slowly moves her beautiful wings and sits on Shabari's little hand. Badri is watching her colorful wings and he is smiling at her. Slowly she has flown and sits on Badri's shoulder. They both have fun with that beautiful and loving creature of God. They have come to me and they have been narrating their whole story for 3 hours. But they have still not come out of that chase and enthusiastic experience in their life. ഒപ്പിച്ച് അത്ര ഇതായില്ല. ആ കുഴപ്പമില്ല. എന്നാലും ടെക്സ്റ്റ് വൈസ് ഓക്കെ. പക്ഷെ എടുത്തു അല്ലെ സ്റ്റോറി പോലെ ഒപ്പിക്കാൻ പറഞ്ഞപ്പോ ഒത്തിരി പ്രതീക്ഷ കേട്ടോ. എനിക്കൊരു കണക്ഷനൊക്കെ ഉണ്ട്. അത് ഭയങ്കര റിപ്പീറ്റേഷൻ പോലെയൊക്കെ ഒന്ന് തോന്നി ടെൻസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ മലയാളം ആലോചിച്ച് എഴുതുമ്പോഴാണ് ആ വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ ഓക്കെ. പക്ഷെ എങ്ങനെയുണ്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആലോചിക്കുന്ന കാര്യം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? യെസ് മാം, യെസ്. എനിക്ക് തോന്നുന്നതാണോ? ഉണ്ടല്ലോ അങ്ങനെ. അത് ആലോചിക്കുന്നത് എഴുതുന്നതാണ്. അത് നമുക്ക് എഴുതാൻ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഈ ടെൻസ് ഇങ്ങനത്തെ ഈ ടെൻസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് സെന്റൻസ് അങ്ങനെ ആക്കുന്നത് കൊണ്ട് സ്റ്റോറിയൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അത് പ്രശ്നമാണ്. കാരണം പ്രസന്റ് ടെൻസിൽ നമുക്ക് സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റില്ല. ഡെയിൻമെയിലേക്ക് പോലെ ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്ക് സ്റ്റോറി ആയിട്ട് ചെയ്യാം. സ്റ്റോറി പാസ്റ്റ് ടെൻസ് ആണല്ലോ, കംപ്ലീറ്റ്ലി പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റും പ്രസന്റോടൊക്കെ ആയിരിക്കും സ്റ്റോറി പറയുന്നത്. പക്ഷെ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറ്റി പ്രത്യേകിച്ചോട് പറഞ്ഞു. എന്നാലും ഓക്കെ. പക്ഷേ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഈ നെക്സ്റ്റ് ആരാ? മാം ഞാൻ വായിക്കട്ടെ. One day I was walking in a garden. Then a group of butterflies flew by the garden. The butterfly was sucking honey from the flower. Then a dog came to the garden and barked. All the butterflies fly away from the garden. I feel sad to see this. I have been walking through the garden with a sad face. Then I have finished my walking and reached home. My kids are playing in the room. ഇത്രയേ ഉള്ളൂ മാം. Yeah, okay. Yeah. Next, Anshula. Okay, welcome. It's my favorite day when my dearest sister-in-law came to our home. These days are very happiest day to me because my sister-in-law has 2 kids, one boy and one girl. Their happiness, their play, love, everything share with us. My 3 angels are very happy to enjoy the days. All our gathering, we go for a tour. In our last gathering, we are gone farm villa. We saw many animals, birds, fishes, snakes, and more beautiful creatures. We are very happy to enjoy. When we reached at home, after the day, my youngest daughter has shared our day's updates with their friends when her playtime. When her friend told to her their family have gone there before. My daughter and her friends have been playing. They are sharing together the trip days updates. Okay, Anshula. Then Anusri next to the when I write a story, my friends are playing cricket on ground. I hear that all the something. My friend asked me, I write her down. Let's see it to me when I be writing the story. Story. That's loading down for what? Since 2011, now we have because I had to visit for a while. Robin likes ice cream. Robin likes ice cream. He has eaten more ice cream. Yeah. Okay, Asri, then. Stara.
ആരുല്ലേ? വിൻസി കഴിഞ്ഞോ? മിസ് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല, 2 കുട്ടികൾ ഉറങ്ങിയിട്ടില്ല. ഓക്കെ ഉഷാറാണി Yes, miss. വായിക്കാം. Getting up in the morning and completing all the tasks with precision. I am writing a poem while I am just sitting there. My husband is sitting inside watching a horror movie. He has just watched another movie. My children like to learn English, so they have been studying English for 2 years. My pet dog is barking loudly. It barks because it sees a snake there. I have just started eating. The children have eaten now. ഇത്രേ എഴുതിയുള്ളൂ മിസ്സേ. Yeah. Okay. Okay, Nisha. Next, Lubna. Yes, ma'am. Today is my joining day in this company. The company has started since 1990. There are around 100 staffs. I am waiting for my boss. My friend is also with me. She is coming from Malappuram for me, and she is working as a teacher at Sarsaid School. I have learned spoken English for 3 months for this job. I am little afraid, so I take my phone and watching some reels. Then I look at some cabins. They have been working very sincerely and happily. Finally, my boss is coming. അത്രേ എഴുതിയിട്ടുള്ളൂ. Yeah. Okay. Okay, Lubna. Missy. Parvati. Sham. മിസ്സേ എനിക്ക് ഹലോ പറഞ്ഞോളൂ, കേൾക്കാട്ടോ, പറയൂ. മിസ്സേ എനിക്ക് മോള് കാരണം എഴുതാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ, അവള് ഉണർന്നോണ്ട്. ഷംസി. യെസ് മാം, ഞാൻ എഴുതിയിട്ടുണ്ട്. ശരിയാണോന്ന് എനിക്കറിയില്ല, ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ കേട്ടോ. My father name is Abdullah. He is 56-year-old. He is very strong. He likes spending time with family, and he is great father. I love him very much. ഓക്കെ. അച്ഛനെ എങ്ങനെയാണ്? ഓക്കെ. ഓക്കെ. ഷെറിൻ. ശ്രീതി. ലാസ്റ്റ് ഫോർ ശ്രീ. ഇല്ല, ആരുമില്ല. ഓക്കെ. എഴുതാൻ പറയുമ്പോ എഴുതണം കേട്ടോ, ചുമ്മാ പറയുന്നല്ല. നിങ്ങൾ പഠിച്ചോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എഴുതാം കേട്ടോ. മാം ടൈപ്പ് ചെയ്തോ? ടൈപ്പിംഗ് ആണ്. ഓക്കെ. അപ്പോ കുറച്ചെങ്കിലും കുറച്ച് സെന്റൻസ് എഴുതിയപ്പോ നിങ്ങൾക്ക് എന്താ തോന്നി അതൊന്ന് പറയാമോ? ഇതിന് മുൻപ് നിങ്ങളോട് ഇപ്പൊ ഞാൻ എഴുതൂ എന്ന് പറയുമ്പോ ആ ടൈമിൽ എഴുതിയ പോലെയാണോ നിങ്ങൾ ഇപ്പൊ? ആണോ? അല്ല മാം, അന്നൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി സിമ്പിൾ ആയി. നമുക്ക് നമ്മുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടെങ്കിൽ അത് പേപ്പറിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. മാക്സിമം നമുക്ക് പറ്റുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറെ നേരം ഇരുന്നാലാണ് ഒരു സെന്റൻസ് തന്നെ എഴുതാൻ പറ്റുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. നമ്മള് വിചാരിച്ച നമുക്ക് കഴിഞ്ഞ സെന്റൻസ് മലയാളത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇംഗ്ലീഷിലേക്ക്. എനിക്ക് തോന്നിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നതിനൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു എനിക്ക് തോന്നി. ഇപ്പൊ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. അത്
ഞാൻ പഠിപ്പിക്കണേന്നല്ല, പക്ഷെ എനിക്ക് ഞാൻ പഠിപ്പിച്ചിട്ട് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നോർത്തൊരു സന്തോഷം. വേറെ ഒന്നുമല്ല. ഓക്കെ, പിന്നെ ബാക്കി എല്ലാവരും ഒപ്പീനിയൻ പറയൂ. എന്തെങ്കിലും മാറ്റണോ പറയണോ എനിക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ പറയണം. എന്നെ കാണുന്നില്ലേ? അയ്യോ എന്നെ കാണുന്നില്ല. കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഇതാ ക്യാമറ ഓഫ് ചെയ്തിട്ടില്ല, ഓണാണ്. ഞാൻ ക്യാമറയും മ്യൂട്ടും ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് റെക്കോ ക്ലാസ്സില് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലും ഇവിടുത്തെ സൗണ്ട് കേൾക്കുമ്പോൾ ക്യാമറ വീഡിയോ എനിക്ക് ഓപ്പൺ ആവും. അതുകൊണ്ടാണ് അത് മ്യൂട്ട് ചെയ്യുന്നത്. ഡിസ്റ്റർബൻസ് ആയിട്ടില്ല. റെക്കോ ക്ലാസ് ആണെങ്കിൽ ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് വേറെ ഒപ്പീനിയൻ പറയല്ലോ. നിങ്ങൾ എഴുതി എന്താണ്? നിങ്ങൾക്ക് സന്തോഷമൊന്നുമില്ലേ? കുറച്ചെങ്കിൽ കുറച്ചൊക്കെ എഴുതാൻ പറ്റിയില്ലേ? സന്തോഷിക്കും. സന്തോഷിക്കും. നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? പഠിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും. നമ്മുടെ മനസ്സ് വെക്കണം എന്ന് മാത്രം. പക്ഷെ ഒന്നും അല്ല കേട്ടോ. നിങ്ങളിപ്പോ എഴുതി ഒന്നും അറിയാത്തതിൽ നിന്ന് കുറച്ചൊക്കെ എന്തൊക്കെ എഴുതാൻ പറ്റി എന്നതിലേക്ക് സന്തോഷിക്കാം. പക്ഷെ ഇതുപോലെയാണോ നിങ്ങൾക്ക് എഴുതേണ്ടത്? ഇതുപോലെയാണോ നിങ്ങൾ സംസാരിക്കേണ്ടത്? ആണോ? അല്ല. ഇനിയും ഒരുപാട് പോകാനുണ്ട്, ഒരുപാട് ദൂരം. അത്രയും ദൂരം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. പകുതി പിച്ച് ഞാൻ പോകും. ഓക്കെ, പിന്നത്തെ യാത്ര നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കുന്നത് മാത്രം. ചായ പെട്ടെന്ന് പോകുന്നേ. ഒരു ബാച്ചാ. ഓക്കെ, 13th ബാച്ച് വരെ. 13th ബാച്ച് ഈ മാസം അവസാനം പാസ് ഔട്ട് ആയി പോകും. 30 ആലോചിക്കി മൊത്തം ഓരോ ബാച്ചിനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതുകൊണ്ട് പഠിക്കുക. ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി നിങ്ങൾ. അത് വരെ എത്തിച്ചേർന്നു ഞാൻ, അല്ലെ? പേടിയായിരുന്നു, ടഫാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന കുറച്ചു പേര്, എല്ലാവരും ഞാൻ പറയുന്നത് കുറച്ചു പേര് മാത്രം. ഞാൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പോ ഇംഗ്ലീഷിനെ കുറച്ചെങ്കിലും നിങ്ങൾ സ്നേഹിച്ചു, ഇംഗ്ലീഷിനെ കുറച്ചെങ്കിലും നിങ്ങൾ പഠിച്ചു. അപ്പൊ അവിടെ വരെ എത്തിച്ചു. അത്രേ എനിക്ക് പറ്റുന്നുള്ളൂ, അത്രേ എനിക്ക് പറ്റുള്ളൂ, അല്ലെ? ഇനി അങ്ങോട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്നല്ലട്ടാ പറയുന്നേ. ടെൻസ് നമ്മള് ഇതല്ല ശരിക്കും പഠിക്കുന്ന ചാപ്റ്ററിൽ. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒക്കെയാണ്. അതിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. ടെൻസെല്ലാം കഴിഞ്ഞ ശേഷം പോകണം. എന്നാലും കുറച്ചെങ്കിലും നിങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അല്ലെ? നമുക്ക് ഒരു സെന്റൻസ് മിസ്റ്റേക്ക് ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അത്രയും നിങ്ങൾ എത്തി. നിങ്ങൾക്ക് തന്നെ പ്രൗഡ് മൊമെന്റ് ആണല്ലോ. പ്രൗഡ് ചെയ്യാം. പ്രൗഡ് യുവർ സെൽഫ്, അല്ലെ? എനിക്ക് മാത്രമാണ് തോന്നുന്നത്. ഇതൊക്കെ തോന്നുന്നില്ലേ? പക്ഷെ ഞാനൊക്കെ ആയിരിക്കണമായിരുന്നു. ഇംഗ്ലീഷ് അറിയില്ല, കുറച്ചൊക്കെ എഴുതുമ്പോ എനിക്കുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ. അയ്യോ തെറ്റിരിക്കരുത്. പറയാൻ കാരണം വേറൊന്നുമില്ല കേട്ടോ. എനിക്ക് 13th ബാച്ച് ഉണ്ടായിരുന്നു. MT13 ഈ മാസം അവസാനം വരെ ഉള്ളൂ. സോ അവർക്ക് ഞാനിങ്ങനെ അവരോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. ഒരു പാസ് ഔട്ട് ആയി പോയാണല്ലോ. അപ്പൊ അതിന്റെ ഹാങ് ഓവർ എന്റെ ഇപ്പോഴും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞത്. അതായത് ഞാൻ പോകുന്നില്ല, നിങ്ങൾ പോയാൽ ഞാൻ ഇവിടെ ഉണ്ടാവും. മാം അവരുടെയാണോ ഇൻസ്റ്റാഗ്രാമില് ഒരു വീഡിയോ കണ്ടത്? 13th ബാച്ചിന്റെ ആണോ? അത് 11 ആണ്. നാളെ അവരുടെ കോൺവെക്കേഷൻ ആണ്. 11th ബാച്ചാ. മാം പെട്ടെന്ന് പറഞ്ഞ ഇതുവരെ എത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മാം ചിലപ്പോ റിസൈൻ ചെയ്തിട്ട് പോവാണോ. അത് എന്റെ ഫോൾട്ട് ആയിരിക്കും, സാരമില്ലേ, ഞാൻ മനസ്സിലാക്കി. എന്റെ ഫോൾട്ട് ആയിരിക്കും. എനിക്ക് മലയാളം ക്ലിയർ ആയിട്ട് അറിയത്തില്ല എന്നല്ലേ മാം പറയാൻ പറ്റുന്നത്. നമ്മളാണ് പോകുന്നത്. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ സന്തോഷം വന്നു. അങ്ങനെയല്ല, സന്തോഷമായിട്ടല്ല ചോദിച്ച, പകുതി വഴിക്ക് വിട്ടിട്ട് പോവാണോ എന്ന് വിചാരിച്ചു. സുബി മലയാളം പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു മലയാളത്തിന്. സത്യമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കോൾ ചെയ്യാം അങ്ങനെയാണെങ്കിൽ. അതെ, നമുക്ക് മലയാളം പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. കാരണം എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണമെങ്കിൽ സുബിനെ മലയാളം പഠിപ്പിക്കണം ആദ്യം. ഞാനൊരു ഫീഡ്ബാക്ക് തരാം. ഇതിന്റെ ഒരു ക്ലാസ് എക്സെപ്ഷൻ പിള്ളേർക്ക് ഒന്ന് മീൻസ് ഇൻക്ലൂഡ് ചെയ്ത് തന്നായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. സുബിക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ മലയാളം. അല്ല, എന്റെ പോലെ വേറെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് മാം. അറിയത്തില്ല, ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ ക്ലാസ് കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല.
ലൈവ് മിസ് ക്ലാസ് ഞാനാ ഷെറിൻ മിസ് ഞാൻ MP-ലാ പഠിച്ചതൊക്കെ, അതുകൊണ്ട് എനിക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയില്ല. കേട്ടോ മാം, ഞാൻ തന്നെയല്ല. സുമിയുടെ കൂടെ ഞാനുണ്ട് കൂട്ട്. രണ്ടുപേർക്ക് ഞാൻ മലയാളം ക്ലാസ് വളരെ നന്ദി. ഓക്കെ മാം. ഇപ്പൊ എടുക്കാൻ പറ്റില്ല. മലയാളം പഠിപ്പിക്കാൻ എളുപ്പമാണ്, മലയാളം പഠിപ്പിക്കാൻ. ഇംഗ്ലീഷിനെങ്ങനെ അത്രയും ബുദ്ധിമുട്ടില്ല. സമാധാനം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ക്ലാസ്സിൽ ഈ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഈ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കേരളയിൽ എസ്പെഷ്യലി മലയാളം ലാംഗ്വേജ് നമുക്ക് പിള്ളേരെ പഠിപ്പിക്കേണ്ടിയായിട്ട് വരത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്റെ മോൾക്ക് മലയാളം അറിയില്ല. ഭയങ്കര ടഫാണ് ഈ മലയാളം. വിചാരിക്കുന്ന പോലെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ മലയാളത്തിന്റെ ആ ഓരോ ലെറ്റേഴ്സ് പഠിക്കാനുണ്ടല്ലോ, എന്റെ മോൾ പാവം ഒരക്ഷരമാലകൾ. അറിയില്ല. എന്റെ മൂത്ത മോനെ ഇപ്പൊ 1ാം ക്ലാസ്സില്ല, അവനെ മലയാളം പഠിപ്പിച്ചത് ഞാന്. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂട്യൂബിനകത്തൊക്കെ നമ്മള് എഴുതിയ ഓരോരോ വാക്കുകൾ എഴുതി അങ്ങനെ ടീച്ചറുടെ വോയിസ് നോട്ട് കേട്ട് അങ്ങനെ അവനെ ഞാൻ പറഞ്ഞു കൊടുക്കും എല്ലാ കാര്യം. ഹോംവർക്ക് ആയാലും സ്കൂളിൽ എല്ലാ ദിവസവും ഡയറി എഴുതിപ്പിലുണ്ട്. അത് ഞാൻ എങ്ങനെയൊക്കെ, പക്ഷെ ഒരു മിസ്റ്റേക്ക് അതിനകത്ത് വരുന്നില്ല. ചിലപ്പോഴൊക്കെ മിസ്റ്റേക്ക് വരുന്നത് ടീച്ചർ അത് കറക്റ്റ് ആക്കിയിട്ട് അതിന്റെ മണ്ടയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ വേർഡ് എഴുതി കൊടുത്തു വിടും. അങ്ങനെ എങ്ങനെയൊക്കെ ഞാനിത് പഠിപ്പിച്ച് 2 പിള്ളേരെയും പഠിപ്പിച്ച് അങ്ങനെയാ പോയത്. ഇളയവൻ ഇപ്പം UKG-ലായത് കൊണ്ട് അങ്ങനെ പൊക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പം 2ാമത്തെ കുട്ടി ആയത് കൊണ്ട് 3 പിള്ളേരുണ്ട്. 2ാമത്തെ കുട്ടി ആയപ്പോഴത്തേക്ക് എനിക്കിപ്പോ കായിക്ക വരെ ആയിട്ടുള്ളൂ. അപ്പൊ കൂടെ പഠിക്കോ? അവരെ പഠിപ്പിക്കോ? കൂടെ സുബി പഠിക്കാം. ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം ഇപ്പം നമുക്ക് ഏജ് എത്ര ഇൻക്രീസ് ആകുന്ന തോറും നമുക്ക് അതിൻ്റെതായുള്ള ബുദ്ധിമുട്ട് കാണും. അത് ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്തതല്ല. ഞാൻ എപ്പോഴും അല്ല മാം, എപ്പോഴും എന്റെ ഫോൾട്ട് ഞാൻ പറയാം. ഇപ്പൊ ഹിന്ദി അറിയാവുന്ന കൊണ്ടായിരിക്കും ചിലപ്പം ഞാൻ എപ്പോഴും ആ മലയാളം വേർഡ് വരുമ്പോൾ ഞാനത് ഹിന്ദിയുമായിട്ട് ആ കോറിലേറ്റ് ചെയ്യുമ്പോൾ ആകെ എനിക്ക് കുളമാകും. ബിക്കോസ് ഇപ്പൊ നമുക്ക് ആരും പറഞ്ഞു തരാനില്ല. നമുക്ക് ആകെ ഉള്ള ഒരു ടീച്ചർ ഗൂഗിളാ. അപ്പൊ ഗൂഗിളിനകത്ത് പല കാര്യങ്ങൾ മിക്സ്ഡ് ആൻഡ് മാച്ച് ആ വരുന്നത്. ഗൂഗിളിലെ പോലെ മലയാളം അറിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് വെറുതെ അത് ശരിയാ. പക്ഷെ അപ്പോഴും നമുക്ക് ഇപ്പം 3 വയസ്സിന്റെ ഒരു കുട്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഗ്രാസ്പിംഗ് പവർ ഏറെ ആയിരിക്കും. പക്ഷെ നമ്മളുടെ ഇച്ചിരി ലേറ്റ് ആയിരിക്കും. നമുക്ക് ഇച്ചിരി സമയം ഏറെ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ ഇതാ പറഞ്ഞത്. അത് ഏജ് അല്ല. അതെന്താണെന്നറിയോ, നമ്മുടെ ബ്രെയിൻ നമ്മൾ യൂസ് ചെയ്യാറില്ല. നമുക്ക് അങ്ങനെയാണ്. നമ്മൾ എന്തൊരു സാധനവും അപ്പോ അതൊരു ഇലക്ട്രോണിക് ആണെങ്കിലും എന്താണെങ്കിലും അല്ലെങ്കിൽ വണ്ടി ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് പൊക്കോളും. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ നമ്മുടെ ബ്രെയിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലല്ലോ. അതാണ് സത്യം. ഏജ് അല്ല. എച്ചിയെ പഠിപ്പിക്കും. എച്ചിയെന്നല്ല, 80-ലൊക്കെ 50 എബവ് ഏജിലായ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു MT-ല്. ഐ തിങ്ക് ഒരു 58 അറൌണ്ട് 60 വരെയുള്ള സ്റ്റുഡൻസ് മോണ്ടിസോറി ബാച്ചിലുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, പിന്നീടാണ് അറിയുന്നത്. അതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്. പക്ഷെ മാം പറഞ്ഞ കാര്യം മറക്കത്തില്ലല്ലോ ക്ലാസ് എടുക്കുന്ന കാര്യം. ചുമ്മാ പഠിക്കുന്നു. ഓക്കെ, ഞാൻ മാമിനെ മെസ്സേജ് ചെയ്യാം. മാം ചുമ്മാ കളിപ്പിക്കാൻ നോക്കല്ലേ മാം. മാം ഇത് റെക്കോർഡിംഗിലാ പറഞ്ഞത്. പ്രൂഫ് ഉണ്ടെന്നൊക്കെയോ? പ്രൂഫ് ഉണ്ടോ? ഓക്കെ ഓക്കെ. മിസ് ഇനി സുബീനെ മലയാളം പഠിപ്പിച്ചിട്ട് ഇംഗ്ലീഷ് മറക്കരുതേ. അങ്ങനെ പറയല്ലേ. ഓക്കെ, അപ്പോ നിസ്സിക്ക് എല്ലാവരും വിഷ് ചെയ്യും കേട്ടോ. നിസ്സിന്റെ ആനിവേഴ്സറി ആണ്, വിക്കിന്റെ ആനിവേഴ്സറി ആണ്. Many more happy returns of the day, ma'am. എന്റെ ഇല്ല, നിസ്സിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി ആനിവേഴ്സറി. ഓക്കെ, നിസ്സി ട്രീറ്റ് ഉണ്ട് കേട്ടോ. ചുമ മിണ്ടാതിരുന്ന് ആണോ? ആനിവേഴ്സറി ചുമയാണ്. ട്രീറ്റ് ഉണ്ട്, ട്രീറ്റ് ആണ് കേട്ടല്ലോ. തീർച്ചയായും. ഓക്കെ, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടിരിക്കുക. അത്രയൊക്കെ ഉള്ളൂ.
ഞാൻ ഇപ്പൊ പോകാൻ സമയമായിട്ടോ. ഓക്കെ, അല്ലാതെ ഞാൻ പോകുന്നില്ല. ഇപ്പൊ പോകാൻ സമയമായി, ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോ സൈൻ ഔട്ട് പറയൂ, പറഞ്ഞു വിടുക എന്നെ. Thank you, ma'am. Thank you so much for today's class. We have learned many things from our previous classes. Now we are able to write a story in a way what you have told to us. You have told to us. Thank you, ma'am. Thank you so much. Okay, so thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.